ISLന്റെ 11 സീസണുകളാണ് നിലവിൽ പിന്നിട്ടിരിക്കുന്നത്. ഇനി 12ാം സീസണിലേക്കാണ് ഇന്ത്യൻ സൂപ്പർ ലീഗ് കടക്കാനായിട്ട് പോകുന്നത്. ഈ വരുന്ന സെപ്റ്റംബറിലായിരിക്കും ISLന്റെ 12ാം സീസണ് തുടക്കമാവുക. ഈ 11 സീസണുകൾ കഴിയുമ്പോഴും ISLൽ ഒരു ട്രോഫി പോലും നേടിയെടുക്കാൻ ഇതുവരെയായിട്ടും ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിട്ടില്ല. എന്തായാലും ഈ 11 സീസണുകളും കഴിയുമ്പോൾ ഏറ്റവും മനോഹരമായ സീസൺ ഏതാണെന്ന് ചോദിച്ചാൽ അത് ബ്ലാസ്റ്റേഴ്സിന്റെ 2020 സീസൺ തന്നെയാണെന്ന് നിലവിൽ പറയേണ്ടി വരും. കാരണം ആ സീസണിൽ ISLന്റെ ഫൈനൽ വരെ എത്താൻ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിരുന്നു. പെനാൽറ്റി ഷൂട്ടൗട്ടിലായിരുന്നു ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ട് പുറത്തായത്. എന്നാലും ആ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റത്തിനെടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയാം, പെരേര ഡയസും അതുപോലെ തന്നെ അൾവാരോ വാസ്കസും ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലെ നായകനായ ലൂണയും അടങ്ങുന്ന ഒരു മികച്ച സഖ്യമായിരുന്നു അന്ന് ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റ നിരയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ തൊട്ടടുത്ത സീസൺ ആയപ്പോൾ ഡയസും അതുപോലെ തന്നെ അൾവാരോയും ക്ലബ്ബ് വിട്ടിരുന്നു. അൾവാരോ ടീമുമായി പരസ്പരം ചർച്ച ചെയ്തുകൊണ്ടായിരുന്നു ക്ലബ്ബ് വിട്ടത്. എന്നാൽ പെരേര ഡയസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ മാനേജ്മെന്റുമായി ഉടക്കിയതിനു ശേഷമാണ് അദ്ദേഹം ക്ലബ്ബ് വിട്ടത്. അടുത്ത സീസണിലും അദ്ദേഹത്തിന്റെ കരാർ പുതുക്കുമെന്നുള്ളൊരു വാഗ്ദാനം അദ്ദേഹത്തിന് മാനേജ്മെന്റ് നൽകിയിരുന്നു. എന്നാൽ അദ്ദേഹവുമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കി അദ്ദേഹത്തെ പുറത്താക്കുകയായിരുന്നു മാനേജ്മെന്റ് എന്നാണ് ഡയസ് പിന്നീട് വെളിപ്പെടുത്തിയത്. എന്നാൽ ഇപ്പോൾ പെരേര ഡയസിന്റെ ഒരു സ്റ്റോറിയാണ് നിലവിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ആരാധകർക്കിടയിലും വലിയ ചർച്ചകൾ ഈ സ്റ്റോറി നിലവിൽ ഇപ്പോൾ വരുത്തി വെച്ചിട്ടുണ്ട് എന്നതിന്റെ നിലവിൽ പറയേണ്ടതായിട്ട് വരും. എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ മുൻ സൂപ്പർ താരമായ അൾവാരോ വാസ്കസിന്റെ ബ്ലാസ്റ്റേഴ്സിന്റെ ജേഴ്സി ഇപ്പോൾ കൈകളിൽ ഏന്തിക്കൊണ്ട് ഇപ്പോൾ പെരേര ഡയസ് ഒരു സ്റ്റോറി പങ്കുവെച്ചിട്ടുണ്ട്. കൂടാതെ അൾവാരോ വാസ്കസിനെ അതിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തായാലും ഡയസ് വീണ്ടും ബ്ലാസ്റ്റേഴ്സിലേക്ക് തിരിച്ചു വരുന്നോ എന്നുള്ളൊരു കാര്യമാണ് ആരാധകർ നിലവിൽ ചോദിക്കുന്നത്. എന്നാൽ ആരാധകർ മനസ്സിലാക്കേണ്ട കാര്യം, ഇനി ഒരിക്കലും ഡയസ് ബ്ലാസ്റ്റേഴ്സിലേക്ക് മടങ്ങിയെത്താൻ സാധ്യതകൾ കാണുന്നില്ല. കാരണം മാനേജ്മെന്റുമായി ഒരു പ്രശ്നമുണ്ടാക്കിയതിനു ശേഷമാണ് അദ്ദേഹം മുംബൈ സിറ്റിയിലേക്ക് ചേക്കേറിയത്. അതുകൊണ്ട് തന്നെ എന്തായാലും ഡയസ് ഇനി ഇങ്ങോട്ട് തിരിച്ചു വരാൻ സാധ്യതകൾ കാണുന്നില്ല. അൾവാരോ തിരിച്ചു വന്നാൽ നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല. എന്നാൽ ഇപ്പോൾ ഡയസ് തിരിച്ചു വരുന്നു എന്നുള്ളതൊക്കെ ഇപ്പോൾ നമുക്ക് മാറ്റി നിർത്താം. എന്തായാലും അദ്ദേഹം ഇപ്പോൾ അൾവാരോ അദ്ദേഹത്തിന് ആ ജേഴ്സി സമ്മാനിച്ചത് കൊണ്ടാവും ചിലപ്പോൾ അദ്ദേഹം അത് സ്റ്റോറി ആയിട്ട് പങ്കുവച്ചത്. അല്ലാതെ അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്ന ഒരു സൂചനയൊന്നുമല്ല അദ്ദേഹം നിലവിൽ നൽകിയിട്ടുള്ളത്. എന്തായാലും ഡയസ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിലവിൽ ബ്ലാസ്റ്റേഴ്സിലേക്ക് തിരിച്ചെത്താൻ സാധ്യതകൾ കാണുന്നില്ല. എന്നാൽ കൂടുതൽ ഷോർട്സ് വീഡിയോയ്ക്കായി ചാനൽ മറക്കാതെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം.